ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഇന്നത്തെ നമ്മളെ റെസിപ്പി വെരി ഡിലീഷ്യസ്, പിന്നെ ഏറ്റവും ഡിമാൻഡിലുള്ള ഒരു റെസിപ്പിയാണ്. അതായത് പിസ്സ. കാണുന്നുണ്ടല്ലോ, നല്ല കളർഫുൾ ആയിട്ടുള്ള പിസ്സ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ ഇന്ന് കാണാൻ പോവുകയാണ്. യൂഷ്വലി പിസ്സ ചിലർ കുറേ ആൾക്കാർ ഉണ്ടാക്കാറുണ്ട്. സോ പിസ്സയുടെ ബേസും കൂടി നമ്മൾ വീട്ടിൽ തന്നെ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. സോ ഈ വീഡിയോയിൽ ബേസ് പ്ലസ് പിസ്സ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് വിത്തൗട്ട് ഓവൻ നമുക്ക് കാണാം. സോ ബിഫോർ ഗെറ്റിംഗ് ടു ദ വീഡിയോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ ഞാനിവിടെ ബേസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് ഞാൻ 1 കപ്പ് മൈദ ഫ്ലോർ എടുത്തിട്ടുണ്ട്. മൈദയുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 50-50 മൈദ ആട്ട എടുക്കാം, ഇല്ല പ്യുവർ ആട്ട എടുക്കാം. പക്ഷെ മൈദ കുറച്ച് ചേർത്തോളൂ. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഷുഗർ, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 3/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ നമ്മൾ ഇതിനെ കേട് വെച്ചിട്ടാണ് കുഴക്കാൻ പോകുന്നത്. സോ ഇതുപോലെ 5 ഐറ്റംസേ നമ്മളെ ബേസ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടു. സോ കേട് അത്യാവശ്യം ഒരു മുക്കാൽ കപ്പോളം നമുക്ക് ആവശ്യം വരും. പക്ഷെ എല്ലാം ഒരേ പ്രാവശ്യം ചേർക്കരുത്. കുറച്ച് കുറച്ച് ആഡ് ചെയ്തുകൊണ്ട് മാവ് കുഴച്ചുകൊണ്ട് നമുക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മാവിനെ കൺസിസ്റ്റൻസിയിലേക്ക് കുഴച്ചെടുക്കണം. കാണുന്നുണ്ടല്ലോ, ഓരോ സ്പൂണുമായിട്ട് ഞാൻ ചേർത്തോണ്ട് മാവ് കുഴക്കുന്നുണ്ട്. സോ ഈ മാവ് കുഴക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴക്കണം. സോ ഇതിന് നല്ല പ്രസ്സിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം തന്നെ നമ്മളെ ബേസിന് ആ ഒരു സോഫ്റ്റ്നെസ്സും പ്ലഫിനെസ്സും കിട്ടുള്ളൂ. സോ അതുകൊണ്ട് കുഴക്കുമ്പോൾ തന്നെ വിരലുകൾ കൊണ്ട് നന്നായിട്ട് മാവിനെ പ്രസ് ചെയ്ത് കുഴക്കുക. കണ്ടല്ലേ, ഇവിടെ ഞാൻ 3/4 കപ്പ് കേട് ഇതിന് ചേർത്തിട്ടുണ്ട്. സോ ഇത് കുറച്ച് നമ്മളെ വിരലിനെല്ലാം പറ്റിപ്പിടിക്കും. അത് കാര്യമാക്കണ്ട. അത് നന്നായിട്ട് പ്രസ് ചെയ്തും കുഴച്ചിട്ട് ഒരു പരുവത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിന് നമ്മൾ ഒരു 5 തൊട്ട് 10 മിനിറ്റോളം ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പേ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഒരു ടേബിൾ സ്പൂൺ കേട്, കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഏതായാലും പ്രശ്നമില്ല. അതായത് വെളിച്ചെണ്ണ എടുത്താലും മതി, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് ഞാൻ കുഴക്കുന്ന രീതി കണ്ടില്ലേ, അതായത് മാവിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഓയിൽ പിടിക്കുന്ന മാതിരി നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്റർ അത്യാവശ്യം നമുക്ക് 2 പിസ്സ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഒരു പിസ്സക്കായിട്ടുള്ളത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു പിസ്സ ചെയ്യാൻ പറ്റിയ ഒരു ക്വാണ്ടിറ്റിയാണ്. സോ ഇതിൽ ഞാനിങ്ങനെ റോൾ ചെയ്ത് ഒരു 3 ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുക. ആ 3 ഭാഗത്തിൽ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്, മറ്റേ 2 ഭാഗം സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ ഫസ്റ്റ് ചപ്പാത്തിയുടെ പോലെ നന്നായിട്ട് പരത്തി എടുക്കും. സോ ഇത് നമ്മളെ പിസ്സ ബേസിൻ്റെ മോൾ ഭാഗമായിട്ട് വരും. സോ അത് പരത്തുന്നതിന് മുമ്പേ നമുക്കൊരു കാര്യം ചെയ്യാം. നല്ല തിക്കായിട്ടുള്ള കടായി എടുത്ത്, ഇത് ഞാൻ എല്ലാ ബേക്കിങ്ങിനും യൂസ് ചെയ്യുന്ന സോൾട്ടാണ്. സോ സോൾട്ട് ഇതിലിട്ട് പ്രീ ഹീറ്റിങ്ങിനായിട്ട് വെക്കുന്നുണ്ട്. പ്രീ ഹീറ്റിങ്ങിന് ഒരു 10 മിനിറ്റ് എടുക്കും. സോ ആ ബേക്കിങ്ങിൻ്റെ ഒരു എഫക്റ്റ് കൊടുക്കാം. പ്രീ ഹീറ്റിങ്ങിന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ വെക്കാൻ പോകുന്ന പ്ലേറ്റ്, ഞാൻ വെക്കാൻ പോകുന്ന പ്ലേറ്റ് ഇതാണ്. സോ ഇത് ഡയറക്റ്റായിട്ട് ഇതൊരു ചെറിയ പിസ്സ ഇതിലാവുമല്ലോ. സോ ഈ പ്ലേറ്റ് ഡയറക്റ്റായിട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ ആ ഉപ്പ് ഇങ്ങോട്ട് തെറിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡോ മറ്റൊക്കെ വെക്കണം. അതും കൂടി ഒന്ന് പ്രീ ഹീറ്റ് ആവാൻ വേണ്ടി ആദ്യമേ വെച്ചേക്കണ്. സോ ആദ്യമേ വെച്ച് ഞാനിത് നന്നായിട്ട് പ്രീ ഹീറ്റിന് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, പ്ലേറ്റ് വെച്ചാൽ നമുക്ക് നമ്മളെ പിസ്സയുടെ മുകളിലത്തെ ഭാഗം പരത്തിയെടുക്കാം.
സോ ഇത് മുകളിലത്തെ ഭാഗം പരത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് വെറുതെ തവയമേൽ ഒരു ജസ്റ്റ് ഒരു ഹാഫ് മിനിറ്റ് ടു 1 മിനിറ്റ് നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് നന്നായിട്ട് നമ്മൾ കേടെല്ലാം ഒഴിച്ച് കുഴച്ചത് കൊണ്ട് നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടണം എന്ന് ചാൻസ് കുറവാണ്. പക്ഷെ അത്യാവശ്യം റൗണ്ട് ഷേപ്പിന് ട്രൈ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒത്തിരി സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മളെ മാവ്. ഇത് നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടാവും മാവ്. കാണുന്നില്ല, ഞാനിവിടെ കൈ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്. സോ ഇതിനെ നമ്മളിപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കണം. സോ പ്രീ ഹീറ്റായി എൻ്റെ പാന്, അതിൽ ഞാൻ വെച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 15 to 20 സെക്കൻഡ്സ് ഓരോ സൈഡ് ഒരു ചെറിയ ബബിൾ പൊന്തി വരുമ്പോൾ തന്നെ നമ്മൾ അത് തിരിച്ചിടണം. സോ ഇതായി, ഞാനിവിടെ ഓഫ് ചെയ്യുന്നുണ്ട്. ഇത് ഓഫ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ വെച്ചേക്കരുത്, അത് റോസ്റ്റ് ആയി പോവും. എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചോളൂ. പിന്നെ നമ്മൾ ആ രണ്ട് ഭാഗത്തിൻ്റെ ആ ഒരു മാവ് നമ്മൾ നന്നായിട്ട് റൗണ്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് നമ്മളെ ബേസിൻ്റെ താഴത്തെ ഭാഗമായിട്ട് വരും. സോ ഇത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത് റോൾ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ബേസിനെക്കാട്ടിയും 1 ഇഞ്ചോളം റേഡിയസ് അധികം വരുന്ന മാതിരി നമ്മൾ പരത്തിയെടുക്കണം. നമ്മളെ ബേസ് റെഡി ആയി കഴിഞ്ഞു. ഇതിൽ നമ്മളിപ്പം ചീസ് 1 ഇഞ്ച് വിട്ടിട്ട്, അതായത് എല്ലാ റൗണ്ടിലും 1 ഇഞ്ച് നമ്മൾ വിട്ടിട്ട് ഈ ചീസ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം. ചീസ് നമുക്ക് ക്രീമി ചീസും കിട്ടാറുണ്ട്. ക്രീമി ചീസാണെങ്കിൽ പണി കുറവാണ്. നേരെ നമ്മൾ ഒന്ന് പരട്ടി കൊടുത്താൽ മതി. അഥവാ ക്യൂബ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ഒന്ന് ചിരകിയെടുത്ത് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. പറഞ്ഞില്ലേ, 1 ഇഞ്ചോളം വിട്ട് നമ്മൾ ഇത് ചെയ്യണം. സോ ഇതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ ഒരു ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച്, അതായത് ഒരു 10-15% ഫ്രൈ ചെയ്ത് വെച്ച് ആ ഒരു ബേസ് വെച്ച് അടക്കണം. സോ ഇപ്പോൾ ഇത് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ക്ലോസ് ചെയ്യുന്ന മുമ്പായിട്ട് ഇവിടെ കാണുന്നില്ലേ, ബട്ടറാണ്. ബട്ടർ ഞാനൊന്ന് അലിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഫുൾ ബോർഡറിൽ നമ്മൾ ഒന്ന് തേച്ച് കൊടുത്ത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, എവിടെയും ഗ്യാപ്സ് വരരുത്. എന്താ പറഞ്ഞാൽ ഇത് നമ്മൾ ചൂടാവുമ്പോൾ, പിസ്സ ചൂടായി വരുമ്പോൾ ഈ ചീസെല്ലാം അലിഞ്ഞ് പുറത്ത് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ അതുകൊണ്ട് നന്നായിട്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് വേണമെങ്കിൽ ഒന്നും കൂടി ബട്ടർ നമുക്ക് തേച്ച് കൊടുത്താൽ മതി, ടോപ്പിങ്സ് എല്ലാം കഴിഞ്ഞ പിന്നെ. കണ്ടില്ലേ, നമ്മളെ പ്ലഫി ആയിട്ടുള്ള പിസ്സ ബേസ് റെഡി ആയിട്ടുണ്ട്. സോ ഇതിനെ ഇതുപോലെ ഫോർക്ക് എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഹോൾസ് ചെയ്ത് വിടണം. എന്താ പറഞ്ഞാൽ ഹീറ്റെല്ലാം ഒന്ന് ഉള്ളിൽ പോയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ചീസെല്ലാം ഒന്ന് അലിഞ്ഞ് വെന്ത് നല്ല പിസ്സ ബേസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ എല്ലാം ഹോൾസ് ഉണ്ടാക്കി എടുക്കണം. സോ ഇതെല്ലാം നമ്മൾ ഹോൾസ് ഉണ്ടാക്കി പിന്നെ ഈ കോർണറിലെല്ലാം ഒന്നും കൂടി ബട്ടർ തേച്ച് നമ്മൾ ഇതിന് പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ഇത് പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ടോപ്പിങ്സ് എല്ലാം വെക്കാൻ. പ്ലേറ്റിനെയും കൂടി നന്നായിട്ട് ബട്ടർ തേച്ച് പിടിപ്പിക്കണം, ഇല്ലെങ്കിൽ അത് ഹീറ്റ് ആവുമ്പോൾ ഒട്ടാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ, നമ്മളെ സൂപ്പർ സോഫ്റ്റ് പിസ്സ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാൻ മെല്ലെ നമ്മളെ പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ടോപ്പിങ്സ് നമുക്ക് ചെയ്യാം.
സോ ടോപ്പിംഗ്സ് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താ പറഞ്ഞാൽ റെഡിമെയ്ഡ് പിസ്സ ബേസ് കൊണ്ട് എല്ലാവരും ചെയ്യുന്നതാണ്. അറിയാത്തവർക്കായിട്ട് ഞാനൊന്നും കൂടി കാണിക്കുന്നുണ്ട്. സോ നമ്മളെ വീട്ടിലിരിപ്പില്ല ഏത് സോസാണെങ്കിലും, അതായത് ചില്ലി സോസ് എൻ്റെ അടുത്ത് സ്വീറ്റ് ചില്ലി സോസ്, പിന്നെ സ്പൈസി ചില്ലി സോസും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ മയോനീസ്, ഇത് മൂന്നും ചേർത്ത് ഇതുമാതിരി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കപ്പിൽ മൂന്നും ചേർത്ത് ഒരു പേസ്റ്റ് ആക്കിയിട്ട് അത് അപ്ലൈ ചെയ്താലും മതി. കുറച്ച് ബട്ടറും കൂടി ചേർക്കുന്നുണ്ട് ഞാൻ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമ്മളെ ബേസിന് ഫസ്റ്റ് തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ, അതായത് അവൈലബിലിറ്റി ഉള്ള പച്ചക്കറികൾ, ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഞാൻ ബട്ടർ ചിരകി ഇട്ടിട്ടുണ്ട്. ബട്ടർ, ചീസ്, അതിൻ്റെ മുകളിൽ നമ്മളെ പച്ചക്കറി, അതായത് ഉള്ളി, പിന്നെ കാപ്സിക്കം, സ്വീറ്റ് കോൺ, തക്കാളി. ഇത് മാത്രം എനിക്ക് അവൈലബിലിറ്റിയിലില്ല പച്ചക്കറിയാണ് ഇപ്പോൾ തൽക്കാലം, അതുകൊണ്ട് ഇത് മാത്രമേ ഇട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്രോണിയോ പിന്നെ ഇല്ലെങ്കിൽ നമ്മളെ മഷ്റൂമോ ഇത് ഏതെങ്കിലും വേണമെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ. സോ എൻ്റെ ഈ പിസ്സ കുറച്ച് ചെറിയ സൈസ് ആയതുകൊണ്ട് അത്രയും ഓപ്ഷൻസ് ഈ പിസ്സയിൽ എനിക്ക് വെക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഒരു 3-4 പച്ചക്കറി വർഗ്ഗങ്ങളെ വെക്കുന്നുള്ളൂ. പിന്നെ എനിക്ക് ടൊമാറ്റോ അത്ര പിടിക്കില്ല, അതുകൊണ്ട് ടൊമാറ്റോ ഞാൻ കുറച്ചിട്ടുണ്ട് ക്വാണ്ടിറ്റി. ഇഷ്ടമുള്ളവർ അതുപോലെ വെക്കാം. സോ നമ്മളെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഐ മീൻ റെഡി ഫോർ ബേക്കിംഗ്. ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിന് നേരെ നമ്മളെ പ്രീ ഹീറ്റഡ് പാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് ഹീറ്റ് ആയിട്ടുണ്ട് 10-15 മിനിറ്റ്സിൽ. സോ ശ്രദ്ധിച്ച് മെല്ലെ വെക്കണം, നല്ല ചൂടുണ്ടാവും. സോ ഇതിൻ്റെ അടപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തോളൂ. നമ്മൾ പാത്രം വെക്കുന്നുണ്ടോ ആ പാത്രത്തിൻ്റെ ചുറ്റും നമ്മൾ കവർ ചെയ്യുന്ന മാതിരിയുള്ള അടപ്പാണ് അടക്കേണ്ടത്. പ്ലേറ്റ് ആവട്ടെ, ഗ്ലാസിൻ്റെ ഒരു പാൻ പോലത്തെ അടപ്പാവട്ടെ, ഏതായാലും. ബിക്കോസ് ആ ഓവൻ്റെ ഒരു ഹീറ്റ് അതിന് നമ്മൾ കൊടുക്കണം. ഇതുപോലെ ഞാൻ പ്ലേറ്റ് അടച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് 20-25 മിനിറ്റ് കുക്കാവാൻ വിടണം. സോ 20-25 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ മെല്ലെ പ്ലേറ്റ് മാറ്റി നമ്മളെ പിസ്സ നോക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, നമ്മളെ പിസ്സ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. സോ ഈ അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കല്, ബേക്കിംഗ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തക്കാളി നോക്കിയിട്ടാണ്. സോ ടൊമാറ്റോ ഒരു സ്കിന്ന് വിട്ട് വരും. അതേപോലെ നിങ്ങൾ മുറിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ കത്തിക്ക് ഒന്നും പറ്റാണ്ട് ഇതുപോലെ കാണും. സോ അങ്ങനെ ആ ഒരു ഇത് ടെക്സ്ചറിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പിസ്സ നന്നായിട്ട് ബേക്കായി കിട്ടിയ മാതിരിയാണ്. സോ ഇത് ഞാൻ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മളെ ഡെലീഷ്യസ് പിസ്സ, ഹോം മെയ്ഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, വിത്ത് നൈസ്ലി കുക്ക്ഡ് ബേസ് കണ്ടില്ലേ, മൊത്തം നമ്മൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. ഈസി പ്രൊസീജിയറാണ്. നമ്മൾ ഏതായാലും പിസ്സ ഓർഡർ കൊടുത്താൽ 1/4 മണിക്കൂർ എടുക്കും വീട്ടിലെത്താൻ. അതേപോലെ ഇതും കൂടി 1/4 മണിക്കൂറിൽ നമുക്ക് പ്ലാൻ ചെയ്താൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തവരെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. Please subscribe the channel and press the bell button for future notifications. Thank you for watching.